അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നവമടവൂരികളും മടവൂരികളും കുബൂരികളുമൊക്കെ ഏറെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ ചളിവാരി എറിയാൻ എന്ന വ്യാമോഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രവാദിയുടെയും മന്ത്രവാദിനിയുടെയും ഒരു ഫോൺ ക്ലിപ്പ് വലിയെന്തോ കാര്യമായി കൊണ്ടു നടക്കുന്ന ആളുകളോടാണ് ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട അനുവദിച്ചിട്ടുള്ള റുഖിയ ഷറഇയ്യ എന്ന് പറയുന്ന സംഗതി, അതിനെക്കുറിച്ച് ആദ്യം നമ്മുടെ അനസ് മുസ്ലിയാർ പറയുന്ന ഒരു പ്രഭാഷണ ശകലം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. തന്നെ റുഖിയക്ക് വേണ്ടിയിട്ട് ഈ റുഖിയ നടത്തുന്ന ആളുകള് അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ള നേരെ ഒരാൾ കോതി കൊടുക്കലാണ്. സഹാബത്ത് അവരും നമുക്കറിയാം, അതേ ഭ്രാന്ത് ബാധിച്ച പിശാച് ബാധ മൂലമുള്ള ഭ്രാന്ത് ബാധിച്ച ഒരു സഹാബി, ഒരു വ്യക്തി, ആ വ്യക്തിയെ മന്ത്രിക്കുവാൻ വേണ്ടി ഒരു സഹാബി പോയ സംഭവം നമുക്കറിയാവുന്നതാണ്. ആ സന്ദർഭത്തിൽ നേരെ സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു, ആ ഭ്രാന്ത് മാറി. ഹദീസുകളിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രൂപത്തിൽ ഒരാൾക്ക് നേരെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഊതിക്കൊടുക്കുക, ഈ രൂപത്തിൽ ഊതിക്കൊടുക്കാവുന്ന. കേട്ടില്ലേ സഹോദരന്മാരെ, ജിന്നുബാധ നിമിത്തം ഭ്രാന്ത് ബാധിച്ച ഒരാളെ ഒരു സഹാബി പോയിട്ട് എന്തു ചെയ്യുന്നു? വിശുദ്ധ ഖുർആൻ ഊതി മന്ത്രിക്കുകയാണ്, റുക്കിയ ചെയ്യുകയാണ്, അങ്ങനെ അത് സുഖപ്പെടുകയാണ്. ഇത് വളരെ വ്യക്തമായി കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് പ്രമാണബദ്ധിതമായി അനസ് മുസ്ലിയാർ പണ്ട് എല്ലാവരും കൂടെ ഉള്ള സമയത്ത് പറഞ്ഞതാണ്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അഴിഞ്ഞിലം സമ്മേളനം, കോഴിക്കോട് അഴിഞ്ഞിലം സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ട ഡോക്ടർ ജാക്കിർ നായിക്കിനോട് ഒരു ചോദ്യം, ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും നിങ്ങളൊന്ന് കേൾക്കുക. Assalamu alaikum wabarakatuh. My name is Arif Muhammad Khan. I am a student. My question is on the topic Islam, the solution. You were trying to say that Islam provides solution for all the problems Muslims faced by the human beings. Let me ask, what is the solution that Islam suggests to the person who have possessed by the jinn, or whether jinn possess human beings? Then can you please suggest the measures to cure such disease? That's the question, that what is the solution provided by Islam for those who are possessed by jinn? If you read the Quran, there is jinn, alhamdulillah. And the Quran also further mentions about black magic, which a person should not do black magic, but there is black magic. We should stay away from it. And for anyone who is possessed by this black magic or by jinn, there is ruqya mentioned in the hadith. There are various Sahih hadith in which the Prophet has mentioned how ruqya should be done. Quran also says in Surah Hijr chapter number 15 that in the Quran there is healing for mankind. So Quran itself is a ruqya. Surah Fatiha also. So in this, if anyone is possessed, there are specialists of possession of jinn. How they are heart specialists, there are brain specialists. So in Islam, there are specialists who are specialized in how the ruqya should be done by a person who is possessed. Like I am a specialist of comparative religion. I am not a specialist of ruqya. How to do ruqya is mentioned in the Sahih Hadith. How it should be done? You should go to a person who is specialized in ruqya. So ruqya means the treatment for a person who possesses black magic or with jinn. And there are various Sahih Hadith who speak. But be careful, do not go to those people who deviate from Quran and Sunnah. There are many people who say that they can cure black magic, but many of them, they do it going away from the guidance given in the Quran and Sunnah. So go to a person who follows the Quran and Sahih Hadith and see that the treatment is based on Quran, Sahih Hadith and not away from it. Hope that answers the question. അപ്പോൾ കണ്ടില്ലേ സഹോദരന്മാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ക്ഷണം സ്വീകരിച്ച് സമ്മേളന നഗരിയിലെത്തി ആളുകളുടെ സംശയ നിവാരണത്തിന് അവസരം കൊടുക്കുകയാണ്. ആ അവസര നിവാരണത്തിന് ആരാ മറുപടി പറയുന്നത്? ഡോക്ടർ ജാക്കിർ നായിക്കാണ് മറുപടി പറയുന്നത്. ഇതര മത താരതമ്യ പഠനത്തിൽ ലോകപ്രശസ്ത പണ്ഡിതനായ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. എവിടെ വെച്ചിട്ട്? കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ വേദിയിൽ വെച്ചിട്ട്. ഇതെങ്ങാനും കേരള നദ്വത്തുൽ മുജാഹിദിൻ അംഗീകരിക്കാത്ത ഒരു ആദർശമാണ് ഡോക്ടർ ജാക്കിർ നായിക്ക് പറഞ്ഞത് എങ്കിൽ അവിടെ കൊമ്പൻ അബ്ദുറഹ്മാൻ സലഫി അവിടെ ഉണ്ട്, അനസ് മുസ്ലിയാരുണ്ട്, അനീഫ് കായക്കൊടിയുണ്ട്, ടി.പി. അബ്ദുള്ള കോയ മദനിയുണ്ട്, പ്രഗത്ഭരും പ്രഗത്ഭരായ അതുപോലെ ഷെരീഫ് മേലേത്തലുണ്ട്. ഭയങ്കര വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹമൊക്കെ ഉണ്ടായിട്ട് ഈ വിഷയത്തിലൊരു
ഒരു സൂചന, അതൊരു അബദ്ധമാണ് എന്നൊരു സൂചന പോലും നൽകാൻ അവിടെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. എന്താ പിന്നെ ഡോക്ടർ ജാക്കിർ നായിക്ക് അവിടെ പറഞ്ഞത്? ജിന്ന് ബാധയുണ്ട് എങ്കിൽ ഖുർആൻ കൊണ്ട് റുക്കിയ ചെയ്യണം. ഖുർആൻ ഇറ്റ്സെൽഫ് ഒരു പിന്നെ ഷിഫയാണ്. അതിന് പിന്നെ പ്രാക്ടീസ് ചെയ്ത സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അവരുടെ അടുത്തേക്കാണ് പോണ്ടേ. ഞാൻ മത താരതമ്യ പഠനത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ മറവിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുമുണ്ട്, അവരുടെ അടുത്തേക്ക് പോകരുത്. എന്നാൽ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച റുക്കിയ ചെയ്യുന്ന ആളുകളുടെ അടുത്താണ് സമീപിക്കേണ്ടത്. ഇങ്ങനെ കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച ആ ആശയത്തെ എന്തുകൊണ്ട് അവിടെ വെച്ച് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എതിർത്തില്ല? അപ്പോൾ ഇങ്ങനെയൊക്കെ സംഗതികൾ ഉണ്ട് എന്ന് അവിടെ അംഗീകരിക്കുകയല്ലേ ചെയ്തത്? എന്തിനധികം കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ സംഘടനാപരമായ കാര്യങ്ങളിൽ പോലും എതിരഭിപ്രായം ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിനു പോലും ആ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്ന ആളുകളാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ നേതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആദർശപരമായ വിഷയത്തിൽ എന്തായാലും മറുപടി കൊടുക്കണ്ടേ? ഹുസൈൻ സലഫി ഒരു വിഷയം സംസാരിച്ചപ്പോൾ അതിനവിടെ അബ്ദുറഹ്മാൻ സലഫി അന്ന് തന്നെ മറുപടി കൊടുത്തല്ലോ. ഫസൽ ഗഫൂറിന് ഹുസൈൻ സലഫിയോടെ മറുപടി കൊടുത്തല്ലോ. ഹുസൈൻ സലഫിക്ക് TP അബ്ദുള്ള കോയ മദനി മറുപടി പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെ മാത്രമല്ല, നിങ്ങൾ ഇവിടെ അടുത്ത കാലത്ത് നടന്ന സമ്മേളനം, ജോൺ ബ്രിട്ടാസിന് അനസ് മുസ്ലിയാർ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞല്ലോ. അതുപോലെ കുട്ടശ്ശേരിക്ക് ജമീല ടീച്ചർക്ക് NV സക്കരിയ മൗലവി മറുപടി പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെ അവനവന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആദർശം കേട്ടാൽ അല്ലെങ്കിൽ ഒരു നിലപാട് കേട്ടാൽ ആ സ്പോട്ടിൽ ആ വേദിയിൽ വെച്ച് തന്നെ തിരുത്താറുണ്ട് എന്നതിന് ഞാനൊരു സൂചനകൾ മാത്രം നൽകിയെന്നേ ഉള്ളൂ. എന്നാൽ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു തിരുത്തോ ഒരു ക്രിട്ടിസൈസേഷനോ നമ്മൾ ആരും എവിടെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല ആ വേദിയിൽ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മന്ത്രവാദി സാജിദിൻ്റെയും അതേപോലെ ഒരു മന്ത്രവാദിനിയുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണം, അവർ രണ്ടുപേരും ബോധപൂർവം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്താനും ഇടിച്ചു താഴ്ത്താനുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ബോധപൂർവം ചില പദപ്രയോഗങ്ങളൊക്കെ നടത്തി അത് കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഉതകുന്ന രൂപത്തിൽ ഒരു ഫോൺ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത് സമൂഹ മധ്യത്തിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ ഊതിക്കെടുത്താമെന്ന് ആരെങ്കിലുമൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. ഇതൊക്കെ ഇതിൻ്റെ ഇപ്പോൾ ഒരു പുതിയ സംഭവമല്ല. ഇതിനു മുമ്പും ഈ വിഷയത്തിൽ മടവൂരികൾ അവരുടെ ആദർശ പാപ്പരത്വം സമൂഹ മധ്യത്തിൽ മറച്ചു പിടിക്കാൻ വേണ്ടി ഇതിലേറെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്ന് ഹുസൈൻ മടവൂരിൻ്റെ നേതൃത്വത്തിൽ അലിമദനിയും കരിമ്പിലാക്കലും മൻസൂർ അലിയും ഒക്കെ ഇസ്ലാഹി കേരളം മലീമസമാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിക്കരുത്. അന്ന് ഇസ്ലാഹി പ്രസ്ഥാനം അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതുപോലുള്ള മന്ത്രവാദിനികളുടെ ഒരു ഫോൺ സംഭാഷണം കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ തകർക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇസ്ലാഹി കേരളം വിലവെക്കില്ല എന്ന് മാത്രമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനൊക്കെ അതിൻ്റെ അർഹമായ വില കൽപ്പിച്ചുകൊണ്ട് അതിന് നൽകേണ്ട പരിഗണന മാത്രമേ ഇസ്ലാഹി കേരളം അതിന് നൽകുന്നുള്ളൂ. ഇന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഇന്ന് ഏതെങ്കിലും ഒരു നേതാവ് അങ്ങ് പറയുമ്പോഴേക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന മുഖല്ലിദുകളല്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഉള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ പണ്ട് കാലങ്ങളിൽ അലിമദനി അതുപോലെ കരിമ്പിലാക്കൽ മടവൂരികളൊക്കെ ഈ വിഷയം ഹുസൈൻ മടവൂരിൻ്റെ നേതൃത്വത്തിൽ അന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചപ്പോൾ അത് ഏറ്റുപിടിച്ച് കുബൂരികൾ സമൂഹ മധ്യത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ മൂക്കിൽ വലിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി രംഗത്തിറങ്ങി ഈ ക്ലിപ്പുകൾ കേൾപ്പിച്ച് പ്രഭാഷണം നടത്തുന്നത് അതിൻ്റെ ഒരു ശകലം ഒരു സാന്ദർഭികമായി ഞാനിവിടെ കേൾപ്പിക്കുകയാണ്. ഇവരെ അന്ധവിശ്വാസങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു മൗലവി ശൈത്താൻ അളക്കാൻ പോയി. എങ്ങനെയാ ശൈത്താൻ അളക്കാൻ പോയോ? മുജാഹിദിന്റെ മൗലവിന്ന് കേൾക്കണം നിങ്ങൾക്ക്. അവന്ന് വെച്ചു കൊടുത്താ മോനെ സുബ്ഹാനല്ലാഹ്, അവന്ന് നമ്മളെ കരിമ്പിലാക്കലെന്ന് പറയട്ടെ. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം. ഇൽമത്രണ്ട് നമ്മൾ അത് ആക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ട് ചികിത്സ അറിഞ്ഞു. ഞാൻ അറിയാത്തത്രണ്ട് എനിക്കറിയാം. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ സ്വാസ്ഥ്യം കാണിച്ചു. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കാൻ എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ഇങ്ങനെ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ കുട്ടിയുടെ. ഇയാൾ പറഞ്ഞു ഈ വിരലിന്മേലാണ് ജിന്ന്.
ഈ വിരലിന്മേലാണ് ജിന്ന്. ഇനി എന്താ പ്രതിവിധി? അടിക്കണം. കുട്ടിയുടെ ആങ്ങളമാർ ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ടു. തീർന്നില്ല. തൊട്ടടുത്തുടനെ ഇടമണ്ണയിലെ മുണ്ടേങ്കരയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസികാസ്വാസ്ഥ്യമുണ്ടായി. ജിന്നു കൂടിയതാണെന്നാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെട്ടോട്ടം ഓടുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസാനം അദ്ദേഹം ചെയ്തു? കുട്ടിയെ മരത്തിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറി. ബാക്കി മരണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വൃത്തികെട്ട സംഗതികൾ. അപ്പൊ കേട്ടില്ലേ സഹോദരന്മാരെ, വളരെ വൃത്തികെട്ട രൂപത്തിൽ സമൂഹ മധ്യത്തിൽ പരസ്യമായി വളരെ മോശമായ രീതിയിലാണ് അന്ന് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ഈ വിഷയത്തെ പ്രസന്റ് ചെയ്തത്. എന്നിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും സമർത്ഥരായിട്ടുള്ള അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലും അലിമദനിയും അവരുടെ ആദർശപ്പാപ്പരത്തെ മറച്ചു പിടിക്കാൻ ഇത്തരം ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നത്. ഇന്ന് ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ ഇന്ന് അഭിനവ മടവൂരികളും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇത് തന്നെയാണ്. ഇതേ കാര്യം എല്ലാ അർത്ഥത്തിലും അന്നത്തെ മടവൂരികളുടെ ആദർശം അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ച ഇന്നത്തെ നവമടവൂരികൾ ഈ കാര്യത്തിലും ഈ പ്രബോധന ശൈലി സ്വീകരിക്കുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്കറിയണ്ടേ, ഈ വിഷയത്തിൽ കേരള നെതുവത്തുൽ മുജാഹിദീന്റെ പ്രബോധകരും പ്രവർത്തകരും മഹാഭൂരിപക്ഷം ആളുകളും ഈ സാജിദ് തിരൂരങ്ങാടിയുടെ അടുത്ത് റുക്കിയ ശറയ്യക്ക് പോയവരാണ്. ഇത് നമ്മൾ വെറുതെ പറയല്ല, നമ്മൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ തടയിടാനും അവരെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കാനും വേണ്ടി കുതന്ത്രം മനഞ്ഞ ആളുകളെ നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു നിങ്ങളെക്കാൾ വലിയ തന്ത്രജ്ഞനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള, നിങ്ങളുടെ കൂടെയുള്ള ഒരു അബ്ദുൾ റഷീദ് കുറ്റിപ്പുറം എന്ന് പറയുന്ന വ്യക്തി, നിങ്ങളുടെ പ്രബോധകരും പ്രവർത്തകരുമായിട്ടുള്ള മഹാഭൂരിപക്ഷം സൗദി അറേബ്യയിലും കുവൈത്തിലും ഖത്തറിലും അങ്ങനെ നാനാ ഭാഗത്തുള്ള കേരള നെതുവത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകരും ഇന്ന് ഈ വിശ്വാസം അനുവർത്തിക്കുന്നവരാണ്. റുക്കിയ ശറഈയ വേണമെന്ന് പറയുന്നവരാണ്, ജിന്നുബാധ അംഗീകരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കേരള നെതുവത്തുൽ മുജാഹിദിന്റെ പ്രബോധകന്മാർക്കെതിരെ ഇവരൊക്കെ സാജിദ് തിരൂരങ്ങാടിയുടെ അടുത്ത് പോയവരാണ് എന്ന് പരസ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇത് വെറുതെ പറയുകയല്ല, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇത് സത്യത്തില് ഈ വിഭാഗം, ഈ വിസ്ഡം വിഭാഗത്തിനെയും അതിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകൾ KNM-ലുണ്ട്. ചില ഒരു ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ പേരിൽ KNM ആണ്, പക്ഷെ വിശ്വാസം മുഴുവനും വിസ്ഡത്തിന്റെയാണ്. ജിന്നുവിത്തേട്ടം മാത്രം അവരില്ല, ബാക്കിയെല്ലാം വിസ്ഡത്തിന്റെ വിശ്വാസമുള്ളവരുണ്ട്. അപ്പൊ അവർക്കെതിരെ പറഞ്ഞതാണ് ഞാൻ. അവർ ഈ ജിന്ന് ചികിത്സക്ക് KNM-ൽ ഒരുപാട് ആളുകൾ ജിന്ന് ഇറക്കാൻ നടക്കുന്നുണ്ടല്ലോ. റുക്കിയ ശറിയ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കൊണ്ടുപോയി, എനിക്കറിയാം നേരിട്ട് പലതും. പക്ഷെ ഞാൻ നേരിട്ട് സാജിദ് തിരൂരങ്ങാടിയോടെ നേരിട്ട് ചെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് ആളുകൾ, അപ്പൊ നമ്മുടെ ഇടയിൽ ഒരുപാട് KNM-ന്റെ ആളുകൾ വിശ്വാസം ശരിയല്ലാത്തവരുണ്ട്. അപ്പൊ അവരെ പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചതായിരുന്നു. പെട്ടെന്ന് അതൊരു മിനിറ്റിൽ നിന്നപ്പോൾ അതിന് കൂടുതൽ പിന്നെ അതിനെപ്പറ്റി പറയാൻ വന്നപ്പോൾ അതിന് ഗ്രൂപ്പിൽ നിന്ന് തന്നെ റിമൂവ് ആക്കി. എനിക്കത് പറയാൻ പറ്റില്ല, അതാണ് ഈ വിഷയം. പക്ഷെ ഇതിവിടെ പ്രചരിപ്പിക്കുന്നത് ആരാന്നറിയോ? KNM-കാരാണെന്ന് പറയുന്ന, എന്നാൽ KNM-ന്റെ എതിരാളികളായ കുറച്ച് ആളുകളുണ്ട്. KNM-ൽ നിന്നുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾ, തികഞ്ഞ ശിർക്കൻ വിശ്വാസമുള്ളവർ. നമുക്ക് അസുഖം തരുന്നവൻ പിശാചാണെന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകളെക്കാളും മോശം വിശ്വാസമുള്ള ആളുകൾ നമ്മുടെ KNM-ലുണ്ട്. അവരൊക്കെ എന്നോട് പലപ്പോഴും ശക്തിയായി വാദിക്കാം. ഞാൻ പറയാറുണ്ട്, അള്ളാഹു മാത്രമാണ് അസുഖം നൽകുന്നവൻ. വിസ്ഡത്തിൽ മാത്രമല്ല, KNM-ലും കുറച്ച് ആളുകൾ അങ്ങനെയുണ്ട്. KNM-ന്റെ പേരും പറഞ്ഞ് 2020-യുടെ കുറച്ച് ആളുകൾ, ഇതിൽ ഫിത്തന ഉണ്ടാക്കാൻ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവര് സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ ഇരുന്നിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അതിൽ പല ആളുകളും കുടുങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, പാവങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. പുതിയ മുജാഹിദുകളാണ് അവർക്ക് അറിയില്ല മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന്. നമ്മളിപ്പോൾ പിശാച് അസുഖം വരുത്തുന്നു പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വാദിക്കുന്ന ഒരുപാട് വിസ്ഡം പോട്ടെ, അതിൻ്റെ കൂടെ മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന ചില ആളുകൾ, അതിന് ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള കുറച്ച്, അവിടെയുള്ള കുറച്ച് ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന സൗദിയിലും ബുറൈദിലും ദമാമിലും റിയാദിലും ഒക്കെ ഉള്ള കുറച്ച് ആളുകളും ഖത്തറിന്ന് 1-2 ഏതൊക്കെ ആളുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഇതിലേക്ക് കയറി വന്ന ആളുകൾ, പുതിയ കുട്ടികളാ, അറിയില്ല അവർക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന്, പഠിച്ചിട്ടില്ല അവര്. എന്നിട്ട് അള്ളാഹു ആണ് അസുഖം നൽകുന്നത്, അള്ളാഹുവിന് അതിലൊരു യാതൊരുവിധ കൂറും പങ്കില്ല എന്ന് പറഞ്ഞാൽ അപ്പം വരും പിശാച് അസുഖം തരും എന്ന് പറഞ്ഞുകൊണ്ട്. അള്ളാഹു കാക്കട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ വീണ്ടും ഒരു ഫിത്തന ഇതാ പിശാച് കൊണ്ടുവന്നിരിക്കുന്നു.
മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ വലിയ അബദ്ധമാണിത്. ജിന്നിനോട് തേടുന്നത് മാത്രമെന്നല്ല ഷിർക്ക്, ജിന്നിനോട് തേടിയ ഷിർക്കാകാത്തുണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ ഒതുങ്ങില്ല ഷിർക്കിന്റെ വിശ്വാസം. പിശാച് നമ്മൾ അങ്ങനെയാ കൊണ്ടുപോകുക. ഒരു ജിന്നി തേട്ടം മാത്രമല്ലല്ലോ ഷിർക്കായിട്ടുള്ളത്, വിശ്വാസങ്ങൾ പഴച്ചാലും ഷിർക്കിലേക്ക് പോകില്ലേ? എന്തൊരു കഷ്ടമാണിത്. എന്നിട്ട് പേടിച്ചിറക്കുക. പിന്നെ അതിന് എത്ര ആളെ മുജാഹിദ് കേനമിൽപ്പെട്ട എത്ര ആളുകളാണ് ഈ ജിന്നിറക്കാൻ നടക്കുന്നതെന്ന് അറിയോ നിങ്ങൾ? വെറുതെ പറയുന്നല്ല ഇതൊന്നും. ഇതൊക്കെ എന്തുകൊണ്ടായി പിഴച്ച വിശ്വാസം? ആരാ എവിടുന്ന ഇവർക്ക് ഇത് കിട്ടിയത്? അള്ളാഹു കാക്കട്ടെ. റുക്കിയന്റെ വിഷയത്തിലും ജിന്നുകളോടുള്ള മുഖാത്തബന്റെ വിഷയത്തിലൊക്കെ ഇവരെ വാദപ്രകാരം ഒന്നും പറ്റൂല, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവരോട് പറയലുണ്ടല്ലോ, എന്നെപ്പറ്റി മന്ത്രവാദി എന്ന് പറഞ്ഞു നടക്കുന്ന കേന്നന്മാരാണ് ഹനീഫായപ്പടിമ്പലൊക്കെ. എന്നിട്ട് ആ മന്ത്രവാദിയാണ് KNM രജിസ്റ്റേർഡായ പള്ളിയിൽ മിമ്പർമ കയറിയില്ല 5 കൊല്ലായി. അപ്പൊ ഇവരൊക്കെ നിലപാടെന്താ? കാരണം ഒരു ഭാഗത്ത് മന്ത്രവാദി എന്ന് പറയാം, നമ്മളെ ചികിത്സ പക്കാ ശിർക്കാന്ന് പറയാം. എന്നിട്ട് അതേ ആളുകൾ തന്നെ ഇപ്പോഴും നമ്മളെ കുത്തുബക്ക് നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു വൈരുദ്ധ്യം. അതിന്റെ ദയനീയത ഞാൻ അവരോട് തന്നെ പറയലുണ്ട്, അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയാം. അപ്പൊ അത് ഒരിക്കൽ നമ്മളോട് അൽഹംദുലില്ലാഹ് ഒരു മുഹബ്ബത്ത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അതുകൊണ്ട് നമ്മളെ മെമ്പർമാരെ തൗഹീദും കാര്യങ്ങളും നല്ല രൂപത്തിൽ പറയുന്ന നിലപാടൊന്നും മാറ്റേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അപ്പൊ അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ വിഷയത്തിൽ അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല, മനസ്സുകൊണ്ട് പോലും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല. ഞാൻ അതല്ല പറയണത്. ഇന്നും കൂടെ എൻ്റെ അടുത്ത് വന്നത് KNMന്റെ കൊടക് ഭാഗത്തു നിന്ന് KNMന്റെ പിന്നെ അവിടുത്തെ പള്ളിയിലെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ്. അയാളെ പെങ്ങളെ മകളായിട്ട് വന്നു. ആ പള്ളിയിലെ ഖുത്ബ പറയുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ KNMലെ വലിയൊരു ഗർജ സിംഹമാണ്. അപ്പോൾ സഹോദരന്മാരെ, ഇനിയൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം വളരെ വ്യക്തമായി കുറ്റിപ്പുറത്തുകാരൻ അബ്ദുൾ റഷീദ് വളരെ വ്യക്തമായി പറയുന്നു, അഭിനവ KNMകാർക്കിടയിൽ ഇപ്പോഴും ഷിർക്കിൽ നിന്ന് മുക്തമല്ലാത്തവരും മഹാഭൂരിപക്ഷം ആളുകളും റുഖിയ ശർഈയ ചെയ്യിപ്പിക്കുന്നവരും ചെയ്യണമെന്ന് പറയുന്നവരും ചെയ്യിപ്പിക്കുന്നവരുമാണ് എന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയാമെന്നും മാത്രവുമല്ല സാജിദ് തിരൂരങ്ങാടി അദ്ദേഹത്തോട് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്നു. മാത്രമല്ല സാജിദ് തിരൂരങ്ങാടി തന്നെ പറയുന്നു, കൊടക് ഭാഗത്തുള്ള KNMന്റെ ഒരു സിംഹഗർജം ഖുത്ബ നിർവഹിക്കുന്ന പള്ളിയിൽ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തി റുഖിയ ചെയ്യിപ്പിക്കാൻ ഇന്നുകൂടെ തൻ്റെ അടുത്ത് വന്നു എന്ന് സാജിദ് വ്യക്തമായി പറയുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ താഴെയുള്ള ആളുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? തന്നെ 5 കൊല്ലക്കാലം തന്നെ മന്ത്രവാദിയാണ് എന്ന് വിളിക്കുന്ന ഹനീഫ് കായക്കൊടി അങ്ങനെ എന്നെ ആ മന്ത്രവാദിയാണ് എന്ന് വിളിക്കുമ്പോൾ തന്നെ അവരുടെ ഔദ്യോഗിക പള്ളികളിൽ എന്നെ മിമ്പറിൽ ഖുത്ബ പറയാൻ ക്ഷണിക്കുന്നു. ഇത് അവരോട് തന്നെ പറഞ്ഞിട്ടും അവരോടൊരു മുഹബ്ബത്ത് എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. സ്വാഭാവികമായും 5 കൊല്ലക്കാലം സാജിദ് തിരൂരങ്ങാടിയെ തീറ്റിപ്പോറ്റിയ ആ പ്രസ്ഥാനത്തോടൊരു കൂറ് കാണിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാവാം ഇപ്പോൾ ആ പണി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 5 കൊല്ലങ്ങൾക്ക് മുമ്പേ ഇദ്ദേഹത്തിൻ്റെ ഈ പിഴച്ച കശ്ഫിയത്തും അതുപോലെ ഇസ്ലാം അനുവദിക്കാത്ത പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിൽ കണ്ടപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തി ഇതൊന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ചിലവാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിൻ്റെ കലിപ്പാണ് ഇപ്പോൾ അദ്ദേഹം തീർത്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു മന്ത്രവാദിനിയെയും കൂട്ടി ഒരു ഫോൺ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മൂക്കിൽ വലിക്കാമെന്ന് വിചാരിച്ചാൽ ആ ക്ലിപ്പിൽ പോലും KNMനെതിരിൽ ആ സ്ത്രീ സംസാരിച്ചപ്പോൾ അവിടെ വെള്ളപൂശാനാണ് KNMനെ വെള്ളപൂശാനാണ് സാജിദ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനൊന്നും വെള്ളപൂശിയാൽ വെളുപ്പിക്കാൻ കഴിയുന്നതല്ല KNMൻ്റെ ചെയ്തികളെന്നത് ഇപ്പോൾ ഇതാ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ കൃത്യമായി എന്താണ് ഇസ്ലാം പഠിപ്പിച്ച റുഖിയ ശർഈയ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതിൽ ഇനി ആർക്കെങ്കിലും ഇനി വല്ല സംശയവുമുണ്ടോ? സ്വാഭാവികമായും ഇത് കേരള നദവത്തുൽ മുജാഹിദീൻ്റെ നേതൃത്വം വളരെ പണ്ട് കാലം മുതലേ ഈ വിഷയത്തിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം വെട്ടിത്തുറന്ന് ഡോക്ടർ സുബൈർ സാഹിബ്, ഹിഫ്ലുർ റഹ്മാൻ തുടങ്ങിയ ആളുകളൊക്കെ പല സമയത്ത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സുബൈർ പീഡിയേക്കലിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്ത്രീ നൂർഷാക്കിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഡോക്ടർ സുബൈർ റുഖിയ ചെയ്തപ്പോൾ ചാടിയതും 5-8 പേര് പിടിച്ചു വച്ചതുമൊക്കെ പരസ്യമായിട്ടാണ് ഡോക്ടർ സുബൈർ സാഹിബ് അനസ് മുസ്ലിയാരുടെ വേദിയിൽ പോയി പറഞ്ഞത്. അത് നിഷേധിക്കാൻ സാധിച്ചോ? മാത്രവുമല്ല ജമിയത്തുൽ ഉലമയിലെ പ്രഗത്ഭനായ ഒരു നേതാവ് അദ്ദേഹം അദ്ദേഹത്തെപ്പറ്റി ഡോക്ടർ സുബൈർ സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. നിഷേധിക്കാൻ സാധിച്ചോ?
ഒക്കെ പോട്ടെ, ഈ അനസ് മുസ്ലിയാർ തന്നെ തൻ്റെ ബന്ധത്തിലുള്ള ഒരു സ്ത്രീയെ റുക്കിയ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ സുബൈറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി അനവധി KNM നേതാക്കൾ ഈ റുക്കിയ ചെയ്യിപ്പിക്കുന്നവരും ചെയ്യിക്കുന്നവരുമാണ് എന്നത് വളരെ വ്യക്തമായ പച്ചയായ പകല് പോലെയുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്നിട്ടാണോ മുജാഹിദ് നേതൃത്വത്തിലെ പണ്ഡിതന്മാരെ പരിഹസിക്കാനും കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഇവരൊക്കെ അനിസ്ലാമിക മന്ത്രവാദ ചികിത്സൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വീകരിക്കാൻ കേരള സമൂഹത്തിലെ ഉത്ബുദ്ധരായ സമൂഹത്തെ കിട്ടുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇല്ല, ഒരിക്കലുമില്ല എന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഉള്ളതുപോലെ പറയാനും അത് സമൂഹത്തെ പഠിപ്പിക്കാനും ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന ഏക പ്രസ്ഥാനം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സച്ചരിതരായ സലഫിൻ്റെ മാർഗവും മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ആദർശത്തെ സമൂഹ മധ്യത്തിൽ പറയാൻ ഇവിടെ ഇന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാത്രമാണുള്ളത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ സന്നദ്ധമാവുക എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ സാജിദ് തിരൂരങ്ങാടി പലരെയും ഫോൺ വിളിച്ച്, അതുപോലെ ഹിഫ്ലുർ റഹ്മാൻ വരെ ഇദ്ദേഹം വോയിസ് ക്ലിപ്പ് അയച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ഒരു വോയിസ് വിട്ടു തന്നാൽ എനിക്ക് ഇതൊക്കെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പേരിൽ വെച്ച് കെട്ടാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് ക്ലിപ്പ് അയച്ചത് ഹിഫ്ലുർ റഹ്മാൻ പരസ്യമായി കേൾപ്പിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്നിടത്തുനിന്നൊക്കെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ അടിക്കാൻ വേണ്ടി വടിതെരയുന്ന ഈ മന്ത്രവാദി അദ്ദേഹത്തിൻ്റെ ഈ ദുഷ്ചെയ്തികൾക്കൊന്നും കേരളം വകവെക്കുകയില്ല. കേരളം അതിനെ അവഗണിച്ച് തള്ളും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക സഹോദരന്മാരെ. കാര്യം സത്യമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി മാത്രവുമല്ല, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ഇന്നത്തെ അനിഷേധ്യനായ നേതാവ് ഹുസൈൻ മടവൂർ ചെയ്ത പ്രവർത്തനം നിങ്ങൾക്കറിയണോ? ഇൻഷാ അള്ളാഹ് അതിൻ്റെ വ്യക്തമായൊരു വിശദീകരണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നു. സമയദൈർഘ്യം ആയതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.